നിങ്ങൾക്ക് ക്ലീൻ ജോക്സ് വേണമായിരിക്കും അല്ലേ? എല്ലാവരും ക്ലീൻ ജോക്സ് വേണ്ട ആൾക്കാരാണോ? നിങ്ങൾക്ക് അഡൾട്ട്സ് ഉള്ളി ഈ സെൻസിറ്റീവ് കണ്ടന്റ്, ഒഫെൻസീവ് ടോപ്പിക്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും അല്ലേ? അല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഓഡിയൻസ് എയറിൽ പോകുന്നത് നോർത്തിലൊക്കെ ഇപ്പോൾ കോമിക്സിനെ അടിക്കാനല്ല, ഷോയ്ക്ക് വന്നിട്ട് കഥ പറയുന്നവരെ അത് കേട്ട് ചിരിക്കുന്നവരെയൊക്കെ അടിക്കാനാണ് നാട്ടുകാർ നടക്കുന്നത്. റീസെൻ്റ്ലി നോർത്ത് ഇന്ത്യയിൽ സ്റ്റാൻഡപ്പിൻ്റെ 2 പ്രധാനപ്പെട്ട കോൺട്രവേഴ്സി നടക്കുന്നത് എല്ലാവർക്കും അറിയാമോ? എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ ഷോയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒരു കഥ പറയാം, ചുരുക്കി പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം, ഡീറ്റെയിൽ ആയിട്ട് പറയത്തില്ല. ഒരു പെൺകുട്ടിയും പയ്യനും ഒരുമിച്ച് കാണുന്നു. ആദ്യത്തെ കാഴ്ചയാണ്, അവൾ കൺഫ്യൂസ്ഡ് ആണ്, പക്ഷെ പയ്യന് താല്പര്യമുണ്ട്. സോ പ്ലേറ്റിന് 370 രൂപ ഉള്ള ബിരിയാണി ഓർഡർ കൊടുക്കുന്നു. അവളും കഴിക്കുന്നു. 370 രൂപ പ്ലേറ്റിന് മുടക്കിയതല്ലേ, മുതലാക്കണ്ടേ? അത്ര താല്പര്യമൊന്നുമില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന അവളെ അവൻ അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. രാത്രിക്ക് രാത്രി പരിപാടി നടത്തുന്നു. കഥ കേട്ട് പരിചയമുണ്ടല്ലേ? അല്ലേ? ഉണ്ട്. നോർത്ത് ഇന്ത്യയിലെ ആ സ്റ്റാൻഡപ്പ് ഷോയിൽ വന്ന പയ്യൻ പറഞ്ഞ കഥയല്ലിത്. ഇത് കാലാകാലങ്ങളായി ഈ നാട്ടിൽ നടക്കുന്ന അറേഞ്ച്ഡ് മാരേജിൻ്റെ കഥയാണ്. നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് ഞാൻ ചുരുക്കി പറഞ്ഞ സാധനം ഡീറ്റെയിൽ സെയിമാണ്. ഈ രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? ഒരു ലേഡി ഡോക്ടർ ഡെഡ് ബോഡി വന്ന മെയിൽ ഓർഗൻ സൈസ് നോക്കുന്ന കേസ് കേട്ടാണോ? ഏത് ഓർഗനാണോ? വിരല് ഏത് ഓർഗൻ? ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു റോഡപകടം നടന്നു. ഒരു സ്ത്രീയുടെ വസ്ത്രം കീറിപ്പോയി. അവിടെ നിന്ന് ആണൊരുത്തൻ ഉടുമുണ്ടഴിച്ച് പുള്ളിക്കാരിക്ക് കൊടുത്തു. അത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത്, അപ്പം അയാളുടേത് നാട്ടുകാർ കണ്ടാൽ കുഴപ്പമില്ലേ? പിന്നെ ആലോചിച്ചപ്പോഴാണ് ആണുങ്ങൾക്ക് ഇത് പുത്തരിയല്ല. മരിച്ചു കഴിഞ്ഞ് നോക്കുമെന്നല്ല, നമ്മൾ ജനിക്കുമ്പോൾ തുടങ്ങുന്ന ഇത്. ഒരു പ്രസവിച്ച് കിടക്കുന്ന അമ്മയും കുഞ്ഞിനെയും കാണാൻ പോകുന്ന ബന്ധുക്കൾ, നാട്ടുകാരും അവർ പോകുമ്പോഴേ അറിയാം അവർക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന്. പക്ഷെ ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നിടത്ത് ചെന്ന യുവന്മാരെല്ലാം ആദ്യം നോക്കുന്നത് ആൺകുഞ്ഞാ, കോളടിച്ചു. സോ ഇങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ ഒരു സ്റ്റാൻഡപ്പ് കോമിക്ക് വന്ന് അപരാധം പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കാൻ ആരും വിചാരിക്കണ്ട. കാരണം നമ്മൾ എഡ്യൂക്കേറ്റഡ് സമൂഹമാണ്. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു പ്രോപ്പർ ഡീലിംഗ് സൊല്യൂഷൻ ഉണ്ട്. നമുക്കറിയാം എങ്ങനെ സോൾവ് ചെയ്യണം, ഒരു പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയാവുന്ന സൊസൈറ്റിയാണ് നമ്മുടേത്, അല്ലേ? ഒരു ഉദാഹരണം പറയാം. എൻ്റെ വീട്ടിൽ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിന് ചോർച്ചയുണ്ട്. അതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പണക്കാരൻ ഹോളിട്ടുണ്ടാക്കിയ ചോർച്ചയാണെന്ന് എനിക്കറിയാം. അവൻ അതിൽ നിന്ന് ഹോസിട്ട് വെള്ളം എടുക്കുന്നുമുണ്ട്. ഇതും പോരാഞ്ഞ് ഈ ഹോളിൽ നിന്ന് വെള്ളം ലീക്കായി പോകുന്നത് കുറച്ച് പാവപ്പെട്ട പിള്ളേർ വന്ന് ബക്കറ്റ് പിടിച്ച് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഞാനതെങ്ങനെ സോൾവ് ചെയ്യും? ആ നാട്ടിലെ ബക്കറ്റ് മൊത്തം നിരോധിക്കും, അല്ലേ? അല്ലേ? അല്ല, ആ ചോർച്ച നീറ്റായിട്ട് പരിഹരിക്കണം. അപ്പം നിങ്ങൾക്ക് തോന്നും, പിന്നെ എന്നാ മൈരിനാ നീ ടെലഗ്രാം ബക്കറ്റ് ബാൻ ചെയ്തതെന്ന്. കാരണമുണ്ട്. കാരണം ഈ ബക്കറ്റിൽ കൊണ്ടുവന്ന വെള്ളം ചോർന്നു വന്ന വെള്ളമല്ല, അതാ ടാങ്കിൽ നിന്ന് നിയമപരമായി വന്ന വെള്ളം തന്നെയാണ്. പക്ഷേ ഈ ബക്കറ്റും പാവപ്പെട്ടവരും കൂടെ പറഞ്ഞുണ്ടാക്കി ഇത് ചോർന്നുണ്ടായ വെള്ളമാണെന്ന് എൻ്റെ സെൻട്രൽ ഏജൻസി കണ്ടുപിടിച്ചു. അതുകൊണ്ട് ബക്കറ്റ് നിരോധിച്ചു. ഇപ്പോൾ ബക്കറ്റും ഇല്ല, പാവപ്പെട്ടവരും ഇല്ല, ഹോസിട്ട് വെള്ളം എടുക്കുന്നവർക്ക് മാത്രം നീറ്റ് കിട്ടും.